ഭാഗം 7. അന്ന് പകൽ മുഴുവനും കള്ളനെക്കുറിച്ചാണ് ഉണ്ണി ചിന്തിച്ചിരുന്നത്. അപ്പൂപ്പനുണ്ടായിരുന്നേൽ ആ കള്ളൻ്റെ മകൻ അപ്പുവിൻ്റെ സൂക്കേട് മാറ്റാനുള്ള പണം കൊടുത്തേനെ. ഇനി ഉണ്ണിയെ സഹായിക്കാൻ ആരുമില്ല. അന്ന് രാത്രി ഉറക്കമിളച്ച് കള്ളനെ കാത്തിരിക്കാൻ ശ്രമിച്ചെങ്കിലും 10 മണി കഴിയും മുന്നേ ഉണ്ണി ഉറങ്ങിപ്പോയി. രാവിലെ കണ്ണു തുറന്നപ്പോൾ ഉണ്ണി ചുറ്റും നോക്കി. കള്ളൻ വന്നിരുന്നോ? താൻ അറിയാതെ വല്ലതുമൊക്കെ കട്ടോണ്ട് പോയോ? ഉണ്ണി ഓടിച്ചെന്ന് ഫ്രിഡ്ജ് തുറന്നു നോക്കി. തീറ്റ സാധനങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അയാൾ വന്നിട്ടില്ല. ചെറിയൊരു നിരാശയാണ് ഉണ്ണിക്ക് അനുഭവപ്പെട്ടത്. പപ്പയുടെ കയ്യിൽ തോക്കുണ്ടെന്ന് പേടിച്ചാവും അയാൾ വരാഞ്ഞത്. രാപ്പകൽ ഒറ്റയ്ക്കിരിക്കുന്ന ഉണ്ണിക്ക് കള്ളനായാലും അല്പനേരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരു കൂട്ടുണ്ടാവുന്നത് ഭാഗ്യം തന്നെയാണ്. ഇനി ഒരിക്കലും അയാൾ വരില്ലേ? അപ്പുവിൻ്റെ അസുഖം മാറുമോ? താൻ കൊടുത്തയച്ച സ്റ്റിക്കറും കളർ പെൻസിലുകളും അവന് ഇഷ്ടമായിരിക്കുമോ? ഒന്നും അറിയാൻ കഴിയാത്തതിൽ ഉണ്ണിക്ക് വിഷമം തോന്നി. കള്ളൻ്റെ ഓർമ്മയിൽ നിന്നും അവൻ്റെ മനസ്സ് പിന്നെയും അപ്പൂപ്പനിലേക്ക് വഴുതി മാറി. അപ്പൂപ്പനെ കാണണമെന്നും പറഞ്ഞ് അവൻ കരയും. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ കരച്ചിലിന് ശക്തി കൂടും. അങ്ങനെ കരഞ്ഞു തളർന്നുറങ്ങിയ ഒരു രാത്രിയിലാണ് കള്ളൻ വീണ്ടും വന്നത്. ഉണ്ണിയെ തട്ടി വിളിച്ചത്. പെട്ടെന്നുണർന്നപ്പോൾ ആദ്യം ഉണ്ണി പേടിച്ചു. പക്ഷേ നിലവിളിക്ക് മുന്നേ കള്ളൻ അവൻ്റെ വാ പൊത്തി. എന്താ അത്? ഞാനാ ഉണ്ണി, നിന്റെ കള്ളനെങ്കിൽ. ഞാൻ നിന്നെ ഉപദ്രവിക്കില്ലെന്നറിഞ്ഞൂടെ? ഉണ്ണി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. കള്ളൻ്റെ നേരെ നോക്കി. അതേ വേഷം. രാത്രിയുടെ കറുപ്പിലേക്കെന്ന പോലെ അവൻ അയാളെ ചുഴിഞ്ഞു നോക്കി. ഉറക്കച്ചടവ് മാറും വരെ ഉണ്ണി മിണ്ടാതിരുന്നു. ഉണ്ണി തന്നതൊക്കെ ഞാൻ അപ്പൂവിന് കൊടുത്തു. ഓൻ എന്ത് സന്തോഷമായെന്നോ. കളർ പെൻസിലുകൾ കൊണ്ട് ഒരു ചിത്രം വരച്ച് ഉണ്ണിക്ക് നൽകാൻ തന്നിട്ടുണ്ട്. ഇത്തവണ ചിരിച്ചുകൊണ്ടാണ് അയാൾ സംസാരിച്ചത്. മടക്കിയ ഒരു കടലാസ് എടുത്ത് കള്ളൻ ഉണ്ണിക്ക് കൊടുത്തു. ഭംഗിയുള്ള ഒരു പൂവിൻ്റെ ചിത്രം. ചുവട്ടിൽ ഉണ്ണിക്ക് സ്നേഹപൂർവ്വം അപ്പു എന്നെഴുതിയിട്ടുണ്ട്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരു കുട്ടി വരച്ചതാണോ ചിത്രമെന്നോർത്ത് ഉണ്ണിക്ക് സങ്കടവും സന്തോഷവും അഭിമാനവും തോന്നി. അവനെ കടലാസിൽ ഉമ്മ വയ്ക്കുന്നത് കണ്ടപ്പോൾ കള്ളനും സന്തോഷമായി. ഉണ്ണി അയാളെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി. ഫ്രിഡ്ജിൽ നിന്നും ഭക്ഷണം കാണാതായാൽ മമ്മിക്ക് സംശയം തോന്നിയേക്കുമെന്ന് പറഞ്ഞ് അവൻ തൻ്റെ ബിസ്ക്കറ്റും ഓറഞ്ചും ഒക്കെ കൊടുത്ത് അയാളെ സത്കരിച്ചു. അപ്പുവിൻ്റെ വിശേഷങ്ങൾ ഒന്നൊന്നായി പറഞ്ഞ ശേഷം കള്ളൻ തൻ്റെ ഭാണ്ഡക്കെട്ടഴിച്ച് ഭംഗിയുള്ള ഒരു വാച്ച് എടുത്ത് ഉണ്ണിക്ക് കൊടുത്തു. വിലയേറിയ വാച്ച്. ഇത് ഞാൻ ഉണ്ണിക്ക് കൊണ്ടുവന്നതാ. അവനത് ഇഷ്ടമായി. തിരിച്ചും മറിച്ചും നോക്കി കൗതുകത്തോടെ പറഞ്ഞു, നല്ല രസമുണ്ട്. ഇതെവിടുന്നാ വാങ്ങിയതാ? ഫോറിനാണോ? അതറിയില്ല. ഞാൻ ഇന്നാളൊരു വീട്ടിൽ നിന്ന് കട്ടതാ. അതൊരു ഗൾഫുകാരുടെ വീടായിരുന്നെന്നാ തോന്നുന്നേ. ഉണ്ണിയുടെ മുഖം വാടി. അവൻ ആ വാച്ച് വെറുപ്പോടെ തിരിച്ചേൽപ്പിച്ചു. എന്തു പറ്റി ഉണ്ണി? അവൻ്റെ മുഖം ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. എനിക്കിത് വേണ്ടെങ്കിൽ. മോഷ്ടിച്ചതൊന്നും തുടരുതെന്ന് അപ്പൂപ്പൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കള്ളൻ്റെ മുഖം പെട്ടെന്ന് മ്ലാനമായി. ആലോചനയോടെ ഉണ്ണി പറഞ്ഞു, ആരാൻ്റെ മുതൽ കക്കുന്നത് വലിയ തെറ്റാ. അതിൻ്റെ ശിക്ഷ പല വിധത്തിലാണ് കിട്ടുന്നത്. അങ്കിളിൻ്റെ മനസ്സിൽ അപ്പുവിനെ ചൊല്ലി വലിയ സങ്കടമല്ലേ? ചിലപ്പോൾ ഇങ്ങനെ കട്ടോണ്ട് വന്നതിനുള്ള ശിക്ഷയാവും. പാവം അപ്പു. അവൻ എന്തു പിഴച്ചു? കള്ളൻ ശരിക്കും ഒന്ന് ഞെട്ടി. അയാൾ അവനെ തറച്ചു നോക്കി. ഉണ്ണിക്ക് ഒട്ടും പേടി തോന്നിയില്ല. തെറ്റൊന്നുമല്ല, വലിയ ശരികളാണ് താൻ പറഞ്ഞത്. ദേഷ്യത്തോടെ തന്നെ കൊന്നുകളഞ്ഞാലും സാരമില്ല. നല്ല കാര്യത്തിനായി ജീവൻ കളയാനും തയ്യാറാകണമെന്ന് അപ്പൂപ്പനാണ് പറഞ്ഞത്. പക്ഷേ കാണെ കള്ളൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ശരിയാവാം ഉണ്ണി പറഞ്ഞത്. ഒക്കെ ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാവും അപ്പു അനുഭവിക്കുന്നത്. അയാൾ പിറുപിറുത്തു. കുറേ സമയം ചിന്താധീനായിരുന്ന ശേഷം അയാൾ തിരികെ പോകാനിറങ്ങി. ഉണ്ണി തൻ്റെ ഡ്രസ്സുകളിൽ ഒരെണ്ണവും കുറച്ച് ചോക്ലേറ്റ്സും അപ്പുവിന് കൊടുക്കാൻ ഏൽപ്പിച്ചു. പിന്നെ അപ്പുവിൻ്റെ അമ്മയ്ക്കായി മമ്മിയുടെ ഒരു സാരിയും സമ്മാനിച്ചു. കള്ളനെ അടിമുടിയൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് ഉണ്ണി പറഞ്ഞു, അങ്കിൾ ഡ്രസ്സൊന്നും ഇടാതല്ലേ നടപ്പ്? അല്ലെങ്കിൽ പപ്പയുടെ ഒരെണ്ണം ഞാൻ എടുത്തു വയ്ക്കുമായിരുന്നു. ചെറിയ ട്രൗസറിട്ട ആ വലിയ കള്ളൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കിലിക്കിലെ ചിരിച്ചു. ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ അയാളുടെ വാ പൊത്തിപ്പിടിച്ച് ഉണ്ണിയും ചിരിച്ചു.
അയാൾ പോകുമ്പോൾ അന്നും ഉണ്ണി ചോദിച്ചു, നാളെയും വരുമോ? കള്ളൻ ചിരിയോടെ തലയാട്ടി. ഉണ്ണി ചിന്താധീനനായിരുന്നു. അപ്പുവിന് ചികിത്സയ്ക്കായി പണം വേണം. പപ്പയ്ക്ക് കുറേ പണമുണ്ട്, കുറേ അലമാരയിലുണ്ട്. അതൊക്കെ എങ്ങനെയാണ് കള്ളൻ എടുക്കുന്നത്? പപ്പയും മമ്മിയും ഒരു മുറിയിലാണ് ഉറങ്ങുന്നത്. കണ്ടുപിടിച്ചാൽ ആ പാവത്തിനെ പപ്പ പോലീസിൽ ഏൽപ്പിക്കും. ഈയിടെയായി കള്ളൻ മിക്ക ദിവസങ്ങളിലും വരാറുണ്ട്. ഉണ്ണി അയാൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കും. തനിക്കറിയാവുന്ന പാട്ടുകൾ പാടും. കള്ളൻ തൻ്റെ മനോവിഷമങ്ങൾ ഉണ്ണിയോട് പറയും. വെറും ഒരു കള്ളനായതുകൊണ്ട് നാട്ടുകാർക്കൊക്കെയും വെറുപ്പാണ്. കള്ളനോടും കള്ളൻ്റെ കുടുംബത്തിനോടും ആർക്കും സ്നേഹമില്ല. ആരും കൂട്ടുകാരായിട്ടില്ല. ആരും സ്നേഹമായി ഒരു വാക്കുപോലും പറയുന്നില്ല. ഞാനില്ലേ അങ്കിളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായി എന്നും പറഞ്ഞ് ഉണ്ണി കള്ളനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. പലപ്പോഴും കള്ളൻ കരയുന്നത് കണ്ട് ഉണ്ണി അത്ഭുതപ്പെടും. കള്ളൻ വരാത്ത ദിവസങ്ങളിൽ ഉണ്ണി സങ്കടപ്പെട്ടു. പിറ്റേ ദിവസം പരിഭവത്തോടെ മുഖം തിരിച്ചിരിക്കും. എന്നാൽ പരിഭവം അധിക സമയം നീണ്ടു നിൽക്കില്ലെന്ന് മാത്രം. അപ്പു ഉണ്ണിക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്നു. ചിത്രങ്ങളും കുട്ടിക്കവിതകളും ശംഖുകളും മറ്റും. ഒരു ദിവസം അപ്പുവിനെ മടിയിലിരുത്തിയ കള്ളൻ്റെയും ഭാര്യയുടെയും ഫോട്ടോയാണ് കൊണ്ടുവന്നത്. ഉടുപ്പിട്ട കള്ളനെ കണ്ട് ഉണ്ണിക്ക് അത്ഭുതമായി. കറുത്ത നിക്കറിട്ട ഏറെക്കുറെ നഗ്നനായ അയാളെ നോക്കി അവൻ ചിരിച്ചു. പിന്നെ ഒരു കമൻറ്റും. കള്ളന് കുപ്പായം ചേരുന്നില്ല, ഇങ്ങനെയാ കാണാൻ ചേര്. അത് കേട്ട് കള്ളൻ കുടുകുടാ ചിരിച്ചു. ഒരു ദിവസം ഉണ്ണി അയാളോട് ചോദിച്ചു, എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവോ? എവിടേക്ക്? പപ്പയും മമ്മിയുമില്ലേ? പിന്നെ കള്ളനായ ഞാനെങ്ങനെയാ ഉണ്ണിയെ സഹായിക്കുന്നത്? കള്ളൻ്റെ പ്രതികരണം ഉണ്ണിക്ക് ഇഷ്ടമായില്ല. അവൻ പിണക്കത്തോടെ പറഞ്ഞു, എനിക്ക് അപ്പൂപ്പനെ കാണണം. അദ്ദേഹത്തെ കണ്ടിട്ട് 2 മാസമായി എങ്കിൽ. സ്കൂൾ തുറക്കും മുന്നേ എനിക്ക് അപ്പൂപ്പനെ കാണണം. എന്നെ കാണാതെ അദ്ദേഹം സങ്കടപ്പെടുന്നുണ്ടാവും, എനിക്കറിയാം. കള്ളൻ ഉണ്ണിയെ നെഞ്ചോട് ചേർത്തു. നീ ഉണ്ണി യേശുവിനെ പോലൊരു കുഞ്ഞാണ്. സ്നേഹവും നന്മയും മാത്രമേ നിൻ്റെ ഉള്ളിലുള്ളൂ. മോൻ്റെ അച്ഛനും അമ്മയും ഇതറിയാതെ പോകുന്നല്ലോ. അതൊന്നും ഉണ്ണിക്ക് കേൾക്കേണ്ടതില്ല. അവൻ വാശി പിടിച്ചു. ഒടുവിൽ കള്ളൻ സമ്മതിച്ചു. ഒരു ദിവസം നമുക്ക് പോവാം. ഏതാ സ്ഥലം എന്നൊക്കെ കണ്ടുവയ്ക്കണം. ഇപ്പോൾ എല്ലാ ടൗണിലും ഇങ്ങനെയൊക്കെ ഒരെണ്ണല്ലേ? ഒരുപാടുണ്ട്. ആദ്യമൊക്കെ അനാഥാലയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വയസ്സായവരൊക്കെ അനാഥരായിക്കൊണ്ടിരിക്കുക. പഴയ സാധനങ്ങൾ എടുക്കാൻ മുക്കിലും മൂലയിലും കാണുന്ന ആക്രിക്കടകൾ പോലെ വൃദ്ധസദനങ്ങളും. കഷ്ടം. അപ്പുവിൻ്റെ അസുഖമോർത്ത് കള്ളൻ വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് ഉണ്ണിക്കറിയാം. എങ്ങനെ അയാളെ സഹായിക്കുമെന്നേ അവനറിയാതുള്ളൂ. ഒരു ദിവസം ഉണ്ണിക്ക് അതിന് അവസരം ലഭിച്ചു. വൈകിട്ട് മമ്മി പപ്പയോടൊത്ത് എവിടെയോ പോകാനിറങ്ങിയപ്പോൾ അലമാരയുടെ കീ എടുക്കാൻ മറന്നു. ഉണ്ണി കുറച്ച് പണവും മമ്മിയുടെ 2 സ്വർണ്ണ മോതിരങ്ങളും തൻ്റെ ബാഗിൽ ഒളിപ്പിച്ചു. അവൻ്റെ ഹൃദയം പടപടാ മിടിക്കുന്നുണ്ടായിരുന്നു. തെറ്റ് ചെയ്യുന്നവൻ്റെ ആത്മസംഘർഷവും പിടിക്കപ്പെടാവുന്നതിൻ്റെ ഭീതിയും നിറഞ്ഞ മനസ്സോടെ ഓരോ നിമിഷവും അവൻ വിഹ്വലനായിരുന്നു. രാത്രിയിൽ മമ്മി വന്ന് അലമാര തുറക്കുമ്പോഴൊക്കെ അവൻ ഞെട്ടി. ഒരു ബഹളം പ്രതീക്ഷിച്ചെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാവുന്നത്രയും നഷ്ടമൊന്നും സംഭവിച്ചിരിക്കില്ല. അത്താഴം കഴിക്കാൻ അവനൊരു ഉത്സാഹവും തോന്നിയില്ല. മമ്മി അവൻ്റെ നെറ്റിയിൽ കൈവച്ചു. ടെമ്പറേച്ചറൊന്നുമില്ലല്ലോ, മോനെന്താ ഒന്നും കഴിക്കാത്തത്? വിശപ്പില്ല മമ്മി, അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പപ്പ ജയാമയെ കുറ്റപ്പെടുത്തി. അവരിപ്പോൾ കുക്കിങ്ങിലൊന്നും കെയറല്ല. പുതിയ സെർവൻറ്റിനെ കിട്ടുമെന്ന് അന്വേഷിക്കണം. ഉണ്ണി പാൽ മാത്രം കുടിച്ചെഴുന്നേറ്റു. അവൻ്റെ തളർന്ന നടപ്പ് നോക്കി ഉണ്ണിയുടെ പപ്പ പറഞ്ഞു, അച്ഛൻ പോയതിനു ശേഷം മോൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടിട്ടില്ല. നിങ്ങൾ വേണ്ടാത്ത അർത്ഥങ്ങൾ കാണാതിരുന്നാൽ മതി. അവൻ്റെ മമ്മി ദേഷ്യപ്പെട്ടു. രണ്ടും ഉണ്ണി കേട്ടു. മമ്മിയോട് അവന് ദേഷ്യമാണ് തോന്നിയത്. രാത്രി അധികം വൈകും മുന്നേ കള്ളനെത്തി. ഉണ്ണിയാണിപ്പോൾ വാതിൽ തുറക്കുന്നത്. കള്ളൻ പതിയെ അടുക്കളയ്ക്കപ്പുറമുള്ള സ്റ്റോർ റൂമിൽ കയറിയിരിക്കും. അവിടെ ഇരുത്തിയാണ് ഉണ്ണി അയാളോട് സംസാരിക്കുന്നതും കഥകൾ പറയുന്നതും. മുകൾ നിലയിൽ ഉറങ്ങുന്ന പപ്പയും മമ്മിയും അതറിയാറില്ല. കള്ളൻ അവന് കൊണ്ടുവന്ന നാരങ്ങ മിഠായി വായിലിട്ട് അലിയിച്ചുകൊണ്ട് സന്തോഷത്തോടെ പറയും, ഞാനൊരു കൂട്ടം സാധനങ്ങൾ തരാം. അവൻ പതിയെ പോയി താൻ ഒളിപ്പിച്ചു വെച്ച സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്നു. പൊതിയഴിച്ച് കള്ളൻ്റെ മുന്നിൽ വച്ച ശേഷം അവൻ പറഞ്ഞു, ദേ ഇതുകൊണ്ട് അപ്പുവിൻ്റെ സൂക്കേട് മാറ്റണം.
കള്ളൻ മുന്നിലിരിക്കുന്ന പൊതിക്കെട്ടിലേക്കും ഉണ്ണിയുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. അയാൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുമെന്ന ഉണ്ണിയുടെ പ്രതീക്ഷ തെറ്റി. പിണക്കവും സങ്കടവും നിറഞ്ഞ മുഖത്തോടെ കള്ളൻ മുഖം തിരിച്ചിരുന്നു. എന്താ അങ്കിൾ, സന്തോഷമായില്ലേ? ഇല്ലുണ്ണി, എൻ്റെ ഒപ്പം കൂടിയതുകൊണ്ടല്ലേ ഉണ്ണി ഇന്ന് കള്ളനായത്. മോൻ എത്ര നല്ല കുട്ടിയായിരുന്നു. ഉണ്ണി അത് കേട്ട് ശരിക്കും ഞെട്ടി. താൻ കള്ളനെന്നോ? അവൻ്റെ മുഖം വിളറിപ്പോയി. വിറച്ച് അവൻ പറഞ്ഞു, ഞാൻ കള്ളനാണെന്നോ? എൻ്റെ പപ്പയുടെയും മമ്മിയുടേതുമല്ലേ ഞാനെടുത്തത്. കള്ളൻ അത് സമ്മതിച്ചില്ല. ചോദിക്കാതെ ആരുടെ മുതലെടുക്കുന്നതും കള്ളത്തരമല്ലേ ഉണ്ണി. ഇതൊക്കെ ഉണ്ണി തന്നെയല്ലേ എന്നെ പഠിപ്പിച്ചത്. ഇപ്പോൾ എനിക്കിത് തിരിച്ചു പറയേണ്ടി വന്നല്ലോ. തെറ്റായിപ്പോയി ഉണ്ണി. അന്ന് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാ എൻ്റെ അപ്പൂൻ്റെ സൂക്കേട് എന്ന് ഉണ്ണി പറഞ്ഞതിന് ശേഷം ഞാൻ ആരുടെയും മുതൽ കട്ടിട്ടില്ല. ഇതും ഞാൻ എടുക്കില്ല. ഉണ്ണിയാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്, എന്നെ ഒരു പുതിയ മനുഷ്യനാക്കിയത്. എൻ്റെ അപ്പൂൻ്റെ സൂക്കേട് ദൈവം മാറ്റുന്നല്ലേ ഉണ്ണി പറഞ്ഞത്. മേലിൽ ഒരു തെറ്റും ചെയ്യാതെ ഞാൻ അതിന് കാത്തിരിക്കുകയാണ്. ഉണ്ണിക്ക് അപ്പൂപ്പനെ ഓർമ്മ വന്നു. തെറ്റും ശരിയുമൊക്കെ പഠിപ്പിച്ചപ്പോഴും അച്ഛൻ്റെയും അമ്മയുടെയും സാധനങ്ങൾ ചോദിക്കാതെ എടുത്താൽ കള്ളനാവുമെന്ന് അപ്പൂപ്പൻ എന്തേ പറഞ്ഞു തരാതിരുന്നത്. കള്ളനോട് അവന് കൃതജ്ഞത തോന്നി. അപ്പൂപ്പൻ ഇതൊന്നും പറഞ്ഞു തന്നില്ലെങ്കിൽ അവൻ പറഞ്ഞു, മോൻ്റെ അപ്പൂപ്പൻ മറന്നതാവും. അദ്ദേഹം വലിയ ഒരാളാണ്, ഒരു മഹാൻ. നമുക്കൊരു ദിവസം പോകണം അപ്പൂപ്പനെ കാണാൻ. ഏത് സ്ഥലത്താണെന്നൊക്കെ കണ്ടു വയ്ക്കണം കേട്ടോ. ഉണ്ണിക്ക് വലിയ സന്തോഷമായി. നാളെ പോവാമെങ്കിൽ? അത് പറ്റില്ല, മോൻ്റെ പപ്പയും മമ്മിയും ഇവിടെ ഇല്ലാത്ത ദിവസം പോകാം. ഉണ്ണി അപ്പൂപ്പനെ കുറിച്ച് ഓർത്തു. അടുത്ത ദിവസം തന്നെ കാണാൻ കഴിയുമല്ലോ. എങ്ങനെയാവും അപ്പൂപ്പൻ തന്നെ സ്വീകരിക്കുക? വാരിയെടുക്കുമോ? നെറ്റിയിലും തലയിലും ഉമ്മ വയ്ക്കുമോ? ചിരിക്കുമോ? കരയുമോ? ഓർത്തപ്പോഴേക്കും ഉണ്ണിക്ക് കരച്ചിൽ വന്നു. അവൻ്റെ കവിളിലൂടെ ഒഴുകുന്ന കണ്ണീർ കള്ളൻ തൻ്റെ പരുക്കൻ വിരലുകൾ കൊണ്ട് തുടച്ചു. കരയാതെ മോനെ. ആ വാക്കുകൾ അവനെ ഏറെ ആശ്വസിപ്പിച്ചു.